F1 ബ്രാഡ് പിറ്റ്. ഇത് ഞാൻ ഐമാക്സിൽ കാണാൻ വേണ്ടി ഇരുന്നൊരു സിനിമയാണ്. എൻ്റെ കൂടെ വന്ന ഒരാളാണ് പറഞ്ഞത് ഐമാക്സിനേക്കാളും ചിലപ്പോൾ നല്ലൊരു ഓപ്ഷൻ 4DXൽ കാണുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ 4DXലാണ് പടം കണ്ടത്. പക്ഷേ അത് നല്ലൊരു തീരുമാനം തന്നെ ആയിരുന്നു. ഇത് ഫോർഡ് വേഴ്സസ് ഫെറാറി എന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു ഇമോഷണൽ സംഭവം കിട്ടിയില്ല. എന്ന് വെച്ചാൽ അത്ര ആവേശം കിട്ടിയില്ല. അതിനകത്ത് കുറേ ടെക്നിക്കൽ പരിപാടിയൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് അങ്ങനൊന്നും പറയുന്നില്ല. അത് കുറേ ടീം വർക്കും പരിപാടിയൊക്കെയാണ്. പിന്നെ അതിനകത്ത് അവനെ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു എഫക്റ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് അത്രയൊന്നും കിട്ടിയില്ല. എന്നിരുന്നാലും ഈ പടം ആദ്യം മുതൽ അവസാനം വരെ ഫുൾ റേസിംഗ് ആണ്. ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ എപ്പിസോഡ് പോലെ ഫുൾ റേസിംഗ് ആണ്. അതൊന്നും ഒട്ടും ബോറിംഗ് ഒന്നുമില്ല. നല്ല രസമാണ് കണ്ടിരിക്കാൻ. പിന്നെ മ്യൂസിക്കൊക്കെ വേറെ ലെവൽ സാധനമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി പിന്നെ 4DXൻ്റെ എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ പണ്ടൊരിക്കലൊരു 4DXൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കന്ന് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ 4DXൻ്റെ ഓപ്ഷൻ എടുക്കാതിരുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിനകത്ത് നമുക്ക് ആ വണ്ടി എടുക്കുമ്പോൾ ഉള്ളൊരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ബോഡിയിൽ അറിയാൻ പറ്റും. ഫസ്റ്റ് സീനിൽ തന്നെ കാണിക്കുന്ന വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഉള്ള വൈബ്രേഷൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു കാർ റേസിംഗ് സമയത്ത് ഒരു മഴ പെയ്യും. അത് ആ സമയത്ത് വെള്ളം ചീറ്റിച്ച് നമ്മളതിൽ നല്ലോണം നനഞ്ഞ് കുളിക്കും. പിന്നെ സൈഡിൽ കൂടെ വിൻഡ് അടിക്കുന്നതും പിന്നെ ഒരു കാറ് കൊണ്ട് ഇടിക്കുമ്പോൾ ഉള്ള ഫീലും ഒക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അതിൻ്റെ ഈ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത് നല്ലൊരു സുഖാനുഭൂതിയാണ്. പിന്നെ ഈ പടം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു ഐമാക്സിലോ അല്ലെങ്കിൽ ഒരു നോർമൽ സ്ക്രീനിലോ കാണുന്നതിനേക്കാളൊക്കെ നല്ലത് ഒരു 4DX സ്ക്രീനിൽ തന്നെ കാണുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും പടം ഒരു മസ്റ്റ് വാച്ചാനാണ്. അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. എന്നിരുന്നാലും 4DXൻ്റെ സ്ക്രീൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ